അനീഷ് ഷാനവാസ് ബന്ധമൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് രണ്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രണ്ടിലധികം സുഹൃത്തുക്കൾ ഒരേ ലക്ഷ്യമായി നടക്കുന്ന ആൾക്കാർ അതിനുവേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കുകയും അത് നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ടുടങ്ങി കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയൊക്കെ അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നതും അത്തരത്തിൽ എത്തിച്ചേരുന്നതും പിന്നീട് അതിന് ശേഷമുള്ള ഒരു ഡൊമിനൻസും കാര്യങ്ങളും എല്ലാം ഇതിനു മുന്നേയുള്ള എക്സാമ്പിൾസ് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ തന്നെ അത്തരത്തിലുള്ള പല ആൾക്കാരുടെയും സാന്നിധ്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും ആ രീതിയിലേക്കുള്ള ഒരു ശ്രമത്തിന്റെ ഒരു സ്റ്റാർട്ടാണോ ഇത് എന്ന് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടി വരും. അതായത് അനീഷ് ഷാനവാസ് ഇവർ രണ്ടും ബിഗ് ബോസ് സീസൺ 7 നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അതിലൂടെ തന്നെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും എല്ലാം വലിയ രീതിയിൽ തന്നെ പുറത്തിറങ്ങിയ ശേഷവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ഇവർ ഷെയർ ചെയ്തിരുന്നൊരു ഫോട്ടോ, അതായത് ഏകദേശം ഒരു 6 ദിവസം മുന്നേ ഇവർ ഷെയർ ചെയ്തിരുന്നൊരു ഫോട്ടോ കൊടുത്തിരുന്ന ഒരു ക്യാപ്ഷൻ ഇത്തരത്തിലായിരുന്നു: 2 friends 1 fresh start endless possibilities എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഷാനവാസിന് സിനിമ നടനാവാനാണ് ആഗ്രഹം, അതേസമയം അനീഷിനാണെങ്കിൽ ഒരു റൈറ്ററായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. അദ്ദേഹത്തിന് ഒരു തിരക്കഥ എഴുതാനുള്ള ഒരു താല്പര്യത്തിനെ കുറിച്ചും എല്ലാം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അപ്പൊ എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാര്യം അനീഷിനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും അത്തരത്തിൽ ഇപ്പോൾ ആൾക്കാരിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബിഗ് ബോസ് ഹൗസിന് ശേഷമുള്ള അനീഷ് ആയിക്കോട്ടെ, ആ നോർമലി ഒരു കോമഡറിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് അനീഷിന് എത്തിപ്പെടാൻ എടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ വെറും 100 ദിവസം. ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല രീതിയിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിച്ചെല്ലാൻ അനീഷിന് എന്നാലും സാധിച്ചിട്ടുണ്ട്. അതായത് പല സിനിമാ നടന്മാരോടൊപ്പം വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ അധ്വാനിച്ചിട്ടും ജനഹൃദയങ്ങൾ കീഴടക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സ്ഥാനത്തിലേക്ക് അനീഷിന് ആ ഒരു 100 ദിവസം കൊണ്ട് എത്തിച്ചേരാൻ പറ്റി എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ സംഭവിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഷാനവാസിന്റെ കാര്യം എടുത്ത് പറയേണ്ട, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വന്ന് സീരിയൽ രംഗത്തിലൂടെ വളരെയധികം പ്രേക്ഷക പിന്തുണ പിടിച്ചു പറ്റി, അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം പിടിച്ച് പറ്റിയ ഒരാൾ തന്നെയാണ് ഷാനവാസ്. അപ്പോൾ ഉറപ്പായിട്ടും ഷാനവാസിന്റെ ഒരു ആക്ടർ എന്ന രീതിയിൽ തിളങ്ങാനുള്ള സാധ്യതകൾ ഉറപ്പായിട്ടും ഉണ്ട്. അതായത് ആൾക്കാരെ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സ് കീഴടക്കാനെല്ലാം കഴിയുന്ന അത്തരത്തിലൊരു കഴിവുള്ള ഒരു സ്കില്ലുള്ള ഒരു ആൾ തന്നെയാണ് ഷാനവാസ്. ഉറപ്പായിട്ടും ഒരു സിനിമാ നടനായി വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പൊ എന്നാലും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊന്നും അവരെന്തായാലും ഷെയർ ചെയ്തിട്ടില്ല. എന്നാലും ഇത്തരത്തിൽ ശ്രമിക്കുകയാണെന്നല്ലേ ഒരു സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി രണ്ടിനും നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ ഒരു വലിയൊരു സാധ്യത മുന്നിലുണ്ട്. എന്നാലും നല്ല രീതിയിൽ തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ.